ഹലോ ഓൾ, എല്ലാവർക്കും ഐപ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ C4 plant exhibit higher water use efficiency than C3 under high light and temperature. എന്താ പറഞ്ഞിരിക്കുന്നത്? C4 പ്ലാന്റ്സിലാണ് എന്ത് ഹൈ വാട്ടർ യൂസ് എഫിഷ്യൻസി ഉള്ളത് കമ്പയർഡ് ടു C3 പ്ലാന്റ്സ്. അതേപോലെ തന്നെ സ്പേഷ്യൽ സെപ്പറേഷൻ ഓഫ് ഇനിഷ്യൽ കാർബോക്സിലേഷൻ ആൻഡ് കാൽവിൻ സൈക്കിൾ റെഡ്യൂസ് ഫോട്ടോ റെസ്പിറേഷൻ. അപ്പൊ നമുക്ക് റീസണും അസേർഷനും ഉണ്ട്, നമുക്ക് നോക്കാം. സോ C4 പ്ലാന്റ്സ് ആയിട്ടുള്ള നമ്മുടെ മെയ്സ്, ഷുഗർ കെയിൻ പോലെയുള്ള പ്ലാന്റ്സ് ആർ മച്ച് ബെറ്റർ അറ്റ് സേവിങ് വാട്ടർ, അല്ലെ? വാട്ടർ സേവ് ചെയ്യാൻ വളരെയധികം ബെറ്റർ ആണ് C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. C3 പ്ലാന്റ്സ് ഹാവ് ടു ക്ലോസ് ദെയർ സ്റ്റൊമേറ്റ, അല്ലെ? C3 പ്ലാന്റ്സിന് എന്ത് ചെയ്യണം? വാട്ടർ സേവ് ചെയ്യണമെങ്കിൽ അവരുടെ സ്റ്റൊമേറ്റ ക്ലോസ് ചെയ്ത് വെക്കണം. എന്നാൽ അപ്പം എന്ത് പറ്റും? കാർബൺ ഡൈ ഓക്സൈഡിന് എൻട്രി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് കുറയാനായിട്ട് തുടങ്ങും? നമ്മുടെ ഫോട്ടോസിന്തസിന്റെ റേറ്റ് കുറയും. സോ C4 പ്ലാന്റ്സിൽ അതിന് പകരമായിട്ടൊരു മെക്കാനിസംസ് ഉണ്ട്. ആ ഒരു മെക്കാനിസം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവയ്ക്ക് സ്റ്റൊമേറ്റ ക്ലോസ് എന്താണ് പാർഷ്യലി ക്ലോസ്ഡ് സ്റ്റൊമേറ്റ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോട്ടോസിന്തസിസ് നടക്കുകയും ചെയ്യും. സോ സ്പേഷ്യൽ സെപ്പറേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സീക്രട്ട് വെപ്പൺ. നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സീക്രട്ട് വെപ്പൺ ഉണ്ടല്ലോ, അതായത് എന്താണ്, ആ സ്റ്റൊമേറ്റ അടച്ച് പാർഷ്യലി ക്ലോസ്ഡ് ആണെങ്കിലും അവിടെ ഫോട്ടോസിന്തസിസ് നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത്. സോ സ്പേഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻ C3 പ്ലാന്റ്സ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ വൺ സെൽസ്. C3 പ്ലാന്റ്സിൽ എൻജോയ് പ്രോസസ് ഒരൊറ്റ സെൽസിലാണ് നടക്കുന്നത്. എന്നാൽ C4നെ സംബന്ധിച്ച് ആദ്യത്തെ കാർബൺ ഫിക്സേഷൻ മീസോഫിൽസിലും അതിനുശേഷം ബണ്ടിൽ ഷീത്ത് സെൽസിലുമാണ് നടക്കുന്നത്. അപ്പൊ ഇത് സ്പേഷ്യൽ സെപ്പറേഷൻ എൻഷുർ ദാറ്റ് എൻസൈം റുബിസ്കോ ഈസ് ഓൾവേസ് സറൗണ്ടഡ് ബൈ ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് പ്രിവെന്റ് ഇറ്റ് ഫ്രം ഓവർ റിയാക്ടിങ് വിത്ത് ഓക്സിജൻ, അല്ലെ? അപ്പൊ എന്താണ്, C4 പ്ലാന്റ്സുകളെ സംബന്ധിച്ച് അതിന്റെ ഫസ്റ്റ് പ്രോസസ്സുകൾ, അല്ലെ, ഇനിഷ്യൽ കാർബൺ ഫിക്സേഷൻ മീസോഫിൽസിലും അതിനുശേഷമുള്ള പ്രോസസ്സ് ബണ്ടിൽ ഷീത്തിലുമാണ് നടക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് റുബിസ്കോ എൻസൈംസ് എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡിനെ സറൗണ്ട് ചെയ്ത് തന്നെ നിർത്താൻ. അപ്പൊ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് അത് ഫിത് ചെയ്തോളും, ഓക്സിജനുമായിട്ട് അത് എന്ത് ചെയ്യില്ല, ഫ്യൂസ് ചെയ്യുകയും ഇല്ല. സോ റീസണും അസേർഷനും കറക്റ്റ് ആണ്. അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ എന്ന് പറയുന്നത്. ദ ഹെഡ് ജീൻ ഇൻ ഫിലമെന്റസ് ഫംഗൈ പ്രൈമർലി ഫംഗ്ഷൻ ടു. ഹെഡ് ജീൻ എന്താണ്? ഫിലമെന്റസ് ഫംഗസിലെ ഹെഡ് ജീന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫിലമെന്റസ് ഫംഗൈ എടുക്കുകയാണെങ്കിൽ ഹെഡ് ജീൻ അഥവാ ഹെട്രോകാരിയോൺ ഇൻകോമ്പാക്റ്റബിലിറ്റി ജീൻ ആക്ട് ലൈക്ക് ആൻ ഇമ്മ്യൂണോ സിസ്റ്റം. അപ്പോൾ എന്താണ്, ഫിലമെന്റസ് ഫംഗസിലെ ഇമ്മ്യൂണോ സിസ്റ്റം ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. വെൻ ടു ഫംഗൽ ഫിലമെന്റ്സ് മീറ്റ് ആൻഡ് ഡിഫ്യൂസ്, എന്താണ്, രണ്ട് ഫംഗൽ ഫിലമെന്റ്സ് എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു, ഫ്യൂസ് ചെയ്യുന്നു. ദേ ചെക്ക് ഈച്ച് അതർ ഹെഡ് ജീൻസ്, അല്ലെ? ഇപ്പൊ ഇവിടുന്ന് ഒരു ഫംഗൽ ഫിലമെന്റ്, ഇവിടുന്ന് ഒരു ഫംഗൽ ഫിലമെന്റ്, ജസ്റ്റ് പറയാം, ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്തു എന്ന് വെച്ചോ. അപ്പൊ ഇവർ രണ്ടും എന്ത് ചെയ്യും? ഇവരുടെ ഹെഡ് ജീനുകൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഈ ഹെഡ് ജീനുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് പറ്റും? they prevent the spread of virus or selfish genetic element and head gene trigger programmed cell death, അല്ലെ? അങ്ങനെ ചേരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടുത്തെ സെൽ ഡെത്തിനെയാണ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഫിലമെന്റസ് ഫംഗിൽ ഹെറ്റ് അഥവാ ഹെട്രോകാരിയോൺ ഇൻകോമ്പാക്റ്റബിലിറ്റി ജീൻ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോ സിസ്റ്റം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെൻ ടു ഫംഗസ് ഫിലമെന്റുകൾ, അല്ലെ, രണ്ട് ഫംഗസ് ഫിലമെന്റ് അഥവാ ഹൈഫേ മീറ്റ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പരസ്പരം എന്ത് ചെയ്യും? അവരുടെ ഹെറ്റ് ജീനുകളാണ് ചെക്ക് ചെയ്യുന്നത്. ഈ രണ്ട് ജീനുകളെ എന്ത് ചെയ്യുന്നില്ല? മാച്ച് ചെയ്യുന്നില്ലെന്ന് വെച്ചോ. ഡു നോട്ട് മാച്ച്, രണ്ടും മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ്സ് മീൻസ് ദേ ആർ ജെനറ്റിക്കലി ഡിഫറെന്റ് ഇൻഡിവിജ്വൽ, അല്ലെ? ഈ ജീൻസുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അത് രണ്ടും ജെനറ്റിക്കലി ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് വൈറസ് ഓർ സെൽഫിഷ് ജെനറ്റിക് എലമെന്റ് ഹെഡ് ജീൻ ട്രിഗർ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് മെയിൻ ആയിട്ട് സെൽ ഡെത്തിനെയാണ് അപ്പോ പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ട്രിഗർ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് വെൻ ജെനറ്റിക്കലി ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഫ്യൂസ്, അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, രണ്ട് ഹൈഫേസ് വരുന്നു. ഒരു ഹൈഫേ ഈ രണ്ട് ഹൈഫേ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ ഹെഡ് ജീൻ ചെക്ക് ചെയ്യും. ഹെഡ് ജീൻസ് ഒരേപോലെ അല്ല എങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ തന്നെ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ഇനിഷ്യേറ്റ് ചെയ്യും. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഹെഡ് ജീനുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ 100%.
ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ടു ദി ക്വിലിംഗ് ഇൻ ന്യൂറോസ്പോറ ക്രാസ. ന്യൂറോസ്പോറയുടെ ക്വിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ക്വിലിംഗ് എന്താണെന്ന് നോക്കാം. സോ ക്വിലിംഗ് ഈസ് എ ഫോം ഓഫ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ സൈലൻസിങ് അല്ലെ. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ സൈലൻസിനെയാണ് നമ്മൾ ക്വിലിംഗ് എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ന്യൂറോസ്പോറയിലാണ്. അത് ശരിക്കും എന്താണ്, ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. RISC RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് ഗൈഡ് ബൈ അല്ലെ എന്താണ് siRNA ഡിഗ്രേഡ് ട്രാൻസ്പോസഡ് mRNA. ഇപ്പൊ ക്വിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ സൈലൻസിങ് ആണ്. ക്വിലിംഗ് എന്ന് പറയുന്നത് ആദ്യം കണ്ടെത്തിയത് ന്യൂറോസ്പോറയിലാണ്. അപ്പൊ RISC എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്, സെല്ലിനകത്ത് കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻ ആണ്. ഇറ്റ് യൂസ് അല്ലെ സ്മോൾ ഇന്റർഫെറിംഗ് RNA ഗൈഡ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഈ siRNA എന്ത് ചെയ്യുന്നു? RISC-നെ RNA മോളിക്യൂൾ എവിടെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് RNA മോളിക്യൂൾസ് ഫ്രം തിങ്സ് ലൈക്ക് ട്രാൻസ്പോസൺസിൽ നിന്നും ഒക്കെ RNA മോളിക്യൂൾസിനെ കണ്ടെത്താനായിട്ട് സഹായിക്കും. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. When find a match, RISCs cut and destroy that, stop the transposon and making protein and genome. ഇനി QD2 the aragonite protein അല്ലേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? QD2 is a aragonite protein that bind siRNA and mediate RNA independent degradation of transposon, repetitive transcript in killing and meiotic silencing by unpaired DNA. അത് രണ്ടും ശരിയാണ്. ഈ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ് ക്വിലിങ്ങിനെ സംബന്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി റോങ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, റോങ് ആണ്. സോ ദ മെറ്റബോളിക് സൈക്ലോസ്പോറിൻ A produced by Tolipocadium inflatum exert in biological effect primarily by targeting. So the metabolite cyclosporin A. അപ്പൊ നോക്കിയേ എന്താ സൈക്ലോസ്പോറിൻ A എന്ന് പറയുന്നത്? ഇറ്റ്സ് എ മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗസ് അല്ലെ. ഒരു ഫംഗസ് ആയിട്ടുള്ള ടൊളിപൊക്കാഡിയം കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളൈറ്റ് ആണ് സൈക്ലോസ്പോറിൻ A. മെയിൻലി യൂസ്ഡ് ആൻഡ് ഇമ്മ്യൂണോസപ്രസന്റ് ഡ്രഗ് അല്ലെ. ഇമ്മ്യൂണോസപ്രസന്റ് ഡ്രഗ് ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ കേട്ടെ, സൈക്ലോസ്പോറിൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗസ് അല്ലെ. ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റബോളൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഒരു ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റബോളൈറ്റിനെയാണ് നമ്മൾ സൈക്ലോസ്പോറിൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആൻഡ് ഇമ്മ്യൂണോസപ്രസന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സൈക്ലോസ്പോറിൻ A ബൈൻഡ് ടു സൈക്ലോഫിലിൻ ഇൻസൈഡ് T സെൽസ്. ഈ സൈക്ലോസ്പോറിൻ എന്ത് ചെയ്യും? T സെൽസിൽ പോയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഈ ഒരു കോംപ്ലക്സ് എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? calcineurin inhibit an important phosphate enzyme. When calcineurin is inhibited, activation of T cells and production of IL-2 cytokines are blocked. They suppress the immunorepressor. But T cells ne endu block ചെയ്യും. So immunoresponse suppress ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇമ്മ്യൂണോസപ്രസന്റ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈക്ലോസ്പോറിൻ A. ഇത് എങ്ങനെയാണ് ഇമ്മ്യൂണോസപ്രസന്റ് ആവുന്നത്? ഇത് ബൈൻഡ് ചെയ്യും. T സെൽസിനെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് സൈക്ലോസ്പോറിൻ Aയും T സെൽസുമായിട്ട് ബൈൻഡ് ചെയ്യും. ദ കോംപ്ലക്സ് ഇൻഹിബിറ്റ്. അപ്പൊ എന്ത് ചെയ്യും? കാൽസിന്യൂറിൻ എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് എൻസൈംസിനെ അതെന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. കാൽസിന്യൂറിൻ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ T സെൽസിന്റെ ആക്ടിവേഷനും പ്രൊഡക്ഷൻ ഓഫ് IL-2 സൈറ്റോകൈനും ഒക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In molecular taxonomy, like and which markers are utilized to identify the fungal partner? ഇതും അഗെയിൻ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഓപ്ഷൻ 100% ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റാത്തൊരു ക്വസ്റ്റൻ ആണ്. ഇതും ചില സമയത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഓപ്ഷൻസും എന്താണ് ക്വസ്റ്റ്യനും ഓപ്ഷൻസുമായിട്ട് അങ്ങോട്ട് കറക്റ്റായിട്ട് മാച്ച് അങ്ങോട്ട് ആവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ടാക്സോണമിയിൽ എന്താ പറയുന്നത്? ഫംഗൽ പാർട്ട്ണറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർക്കർ മെത്തേഡ് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കിയേ,
Internal transcribed spacer ITS region. This is primarily universal barcode for fungi. It is highly variable between species, making it perfect for identifying specific lichen fungi. അല്ലേ? അപ്പോൾ lichen fungi ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളതാണ് ഇത് ഇന്റേണൽ ട്രാൻസ്ക്രൈബ്ഡ് സ്പേസർ റീജിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബാർകോഡ് ആണ് അല്ലേ? ഓരോ ഹൈലി വേരിയബിൾ ബിറ്റ്വീൻ സ്പീഷീസ് ആണ്. സോ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ LSU, ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമൽ DNA, ഓൾസോ നോൺ ആസ് 28 sRNA gene. It is more conserved than ITS and is used to understand the broader evolutionary relationship. അല്ലേ? It is more conserved than ITS ആണ്. ആൻഡ് ഇത് മെയിൻ ആയിട്ട് എന്താണ് എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഫസ്റ്റ് വൺ ആണ് എന്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ നെക്സ്റ്റ് ആണ് mitochondrial small subunit. This marker found in mitochondria is particularly useful in lichenology for resolving relationship of the genus or a family ലെവലിലുള്ള റിലേഷൻഷിപ്പ് നോക്കാൻ. അപ്പോൾ ഇത് മൂന്ന് നമ്മൾ ലൈക്കൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നെങ്കിലും കുറേ കൂടി ആക്യുറേറ്റ് നമുക്ക് 1 അഥവാ 2 എന്ന് പറയാം. അപ്പോൾ 2 ഓൺലി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടും ഇത് നമ്മുടെ കീയിലെ ആൻസർ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നതാണ്. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോറല്ല. പോറല്ലയെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? പോറല്ലയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ leaves are arranged in 2 lateral rows, often with a small ventral row of underleaves. These leaves with a midrib. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? പോറല്ല indeed has leaves arranged in 2 lateral rows and third row of smaller leaves. However, the statement says all the leaves are with midrib. അല്ലെ? ഈ ഒരു കാര്യമാണ് തെറ്റായിട്ട് പറയേണ്ടത്. പോറല്ലയിൽ എന്തില്ല? പോറല്ല leaves lack midrib. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പോറല്ലയിൽ എന്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല? പോറല്ലയുടെ ലീവ്സിന് മിഡ്രിബ് ഇല്ല. ഓൾ ദ ലീവ്സ് ആർ വിത്ത് മിഡ്രിബ് എന്നല്ലേ പറഞ്ഞേ? ശരിക്കും ഓൾ ദ ലീവ്സ് ആർ വിത്തൗട്ട് മിഡ്രിബ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആന്ത്രീഡിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. ആന്ത്രീഡിയ ആർ എലിവേറ്റഡ് in leaf axis with a single layer at the upper part, while it became 2-3 layered at the lower region. Archegonia are flask shaped with a short stalk that anchors it into the leafy axis. The venter with a ventral canal cells and egg, while neck contain 2 neck canal cells only. Sorry, Antheridia sentence വായിച്ചില്ലേ? Antheridia are elevated in leaf axis which is single layered upper part which became 2-3 layered at a lower region. Correct ആണ്. Antheridia ആണ് മെയിൽ ഓർഗൻസ്. അതെന്താണ്? അപ്പർ പാർട്ടിൽ ഒരു സിംഗിൾ ലെയർ ആയിരിക്കും, ലോവർ പാർട്ടിൽ 2-3 ലെയർ. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ആർക്കിഗോണിയനെ സംബന്ധിച്ചിട്ടുള്ളതാണല്ലേ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ആർക്കിഗോണിയം അല്ലെ? ആർക്കിഗോണിയ ഇസ് എ റീപ്രൊഡക്ട്സ് ഫ്ലാസ്ക് ഷേപ്ഡ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ലീഫി ആക്സിസ്, അതുപോലെ തന്നെ നെക്ക് യൂഷ്വലി കണ്ടെയ്നിങ് 2 നെക്ക് കനാൽ സെൽസ് ഓൺലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണ്. ഏകദേശം 6 to 8 നെക്ക് കനാൽ സെൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ 1ഉം 2ഉം 3ഉം ഉള്ളതിൽ 1ല് ഓൾ ലീവ്സ് ആർ വിത്ത് മിഡ്രിബ്സ് എന്ന് പറഞ്ഞു. പോറലയുടെ ലീവ്സിൽ ഒന്നും തന്നെ എന്തില്ല? മിഡ്രിബ് ഇല്ല. അതുപോലെ തന്നെ ആർക്കിഗോണിയ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞെടുത്ത് 2 neck canal cells നെ പറഞ്ഞിട്ടുള്ളൂ. 6 to 8 neck canal cells ആണ് കാണുന്നത്. സോ 1 and 3 are wrong. Only 2 is the right answer. 2 മാത്രമേ ഉള്ളൂ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ 2 only ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 104 നോക്കാം. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് നോൺ വാസ്കുലാർ പ്ലാന്റ് ഒറിജിനേറ്റഡ് ഇൻ ദ ലേറ്റ് സിലൂറിയൻ പീരീഡ് ഓഫ് പാലിസോയിക് ഇറ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞില്ല പാലിയോ ബോട്ടണിയിലെ നമ്മൾ ഇറകളും അതിനകത്തിലെ പ്ലാന്റ്സും ഒന്ന് നോക്കി വെച്ചോളുക. സോ ലേറ്റ് ഇതിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻസോളം പാലിയോ ബോട്ടണിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു അല്ലെ? പാലിയന്റോളജിയിൽ നിന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ഇറയൊക്കെ വെച്ചിട്ട് 3ഓളം ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഇറയിലെയും പ്ലാന്റ് ഏതാണ് അല്ലെങ്കിൽ ഇന്ന ഇറ ഏത് പ്ലാന്റ് കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? സിലൂറിയൻ പീരീഡ് ഓഫ് പാലിസോയിക് ഇറ എന്ന് പറയുന്നത് കുക്സോണിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡാഷ് ഈസ് ദ ഓൾഡസ്റ്റ് നോൺ വാസ്കുലാർ പ്ലാന്റ് എന്ന് പറയുന്നത് ഏതാണ്?
ഓൾഡസ്റ്റ് കൊക്സോണിയാണ് അല്ലെ. നമ്മൾ റൈനിയ പറഞ്ഞു, അതുപോലെ തന്നെ കൊക്സോണിയാണ് ഓൾഡസ്റ്റ്. 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ മിസ്മാച്ച്ഡ് പെയർസ് ഓഫ് ഫേൺ വിത്ത് ദെയർ ഓർണമെന്റൽ നെയിം. ഇവിടെ കുറച്ചധികം ഫേൺസ് അഥവാ ടെറിഡോഫൈറ്റ്സും അവയുടെ ഓർണമെന്റൽ പേരും കൊടുത്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ളവയാണ് പറയേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? ജപ്പാനീസ് പെയിന്റഡ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജപ്പാനീസ് പെയിന്റഡ് ഫോർ സയാത്തിയ അല്ല. ഇത്രയും നാളും വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ഒരു ലെവൽ കൂട്ടിയിട്ടുണ്ട് അല്ലെ. ബേർഡ്സ് നെസ്റ്റ് ഫെലൈൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, പക്ഷേ ഈ ജപ്പാനീസ് പെയിന്റഡ് ഫോൺ അങ്ങനെ അധികം ചോദിക്കാത്തതാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? അതിരിയം നിപ്പോണിക്കം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത്തിരിയം നിപ്പോണിക്കം ആണ് എന്തെന്ന് പറയുന്നത് ജപ്പാനീസ് പെയിന്റഡ് ഫോണിന്റെ കറക്റ്റ് ആയിട്ടുള്ള മേഡ്. ഇനി ബേർഡ്സ് നെസ്റ്റ് ഫോൺ അസ്പ്ലീനിയം കറക്റ്റ് ആണ്. സിൽവർ ഫോൺ ഏതാണ്? സിൽവർ ഫോൺ എന്ന് പറയുന്നത് സയാത്തിയ ആണല്ലേ. സിൽവർ ഫോൺ ആണ് നമ്മുടെ സയാത്തിയ. ഇനി ബോസ്റ്റോൺ ഫോൺ ആണ് ഏതാണ്? കറക്റ്റ് ആയിട്ടാണ് നെഫ്രോലെപ്പിസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ തെറ്റിപ്പോയിരിക്കുന്നത് ഏതൊക്കെയാണ്? 1ഉം തെറ്റി, അതുപോലെ തന്നെ 3യും തെറ്റി അല്ലെ. 1ഉം 3യും തെറ്റിയിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മിസ്മാച്ച്ഡ് ആണല്ലേ. 1ഉം 3യും ആണ് മിസ്മാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ 1 and 3 ആർ ദ മിസ്മാച്ച്ഡ് പെയർസ്. ബാക്കി രണ്ടും എന്താണ്? കറക്റ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ 106ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച്ഡ് ഫോസിൽ ഫോംസ് ആൻഡ് ജിയോളജിക്കൽ പീരീഡ്. അഗെയിൻ ജിയോളജിക്കൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫോസിൽ ഫോംസും അവയുടെ ജിയോളജിക്കൽ പീരീഡുമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ബെനറ്റൈൽസ്, ട്രയാസിക്, അതുപോലെ തന്നെ കോർഡിയേറ്റീസ്, കാർബോണിഫറസ്, ലൈജിനോറ്റോറിയസ്, ലേറ്റ് ഡിവോണിയൻ, പെർമിയന് അല്ലെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ലൈജിനോറ്റോറിഡിയൽസ് എന്ന് പറയുന്നത് ഫോസിൽ ഫോം, ഇയർലിയസ്റ്റ് സീഡ് പ്ലാന്റ് ആണ് കേട്ടോ. ലൈജിനോറ്റോറിയസ് എന്താണ്? ഇയർലിയസ്റ്റ് സീഡ് പ്ലാന്റ് ആണ്. ഡിവോണിയൻ അഥവാ കാർബോണിഫറസ് ഇറയിലാണ് അവയുടെ പീരീഡ്. ഇനി കോർഡിയേറ്റ് അല്ലെ, കോർഡേറ്റ്സ് ഉണ്ട്. കോർഡേറ്റ്സ് എന്ന് പറയുന്നത് കാർബോണിഫറസ് ആണ്. ജിംനോസ്പേംസ് പോലെയുള്ള ആൻഷ്യന്റ് ട്രീ പോലെയുള്ള സ്ട്രക്ചേഴ്സുകളാണ് ഇവര്. ഇനി ഗ്ലോസോറ്റെറിഡിയൽസ് പെർമിയൻ ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഗോഡ്വാന ലാൻഡ് ആണ്. ഇനി സൈക്കോഡിയോയിൽസ് എന്താണ്? ട്രയാസിക് ആണ്. സൈക്കഡ് ലൈക്ക് പ്ലാന്റുകളാണ് അവയുടെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫോസിൽ ഫോംസും അവയുടെ മേജർ പീരീഡ്സും നോക്കിക്കൊള്ളുക. നെക്സ്റ്റ് 106ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുക അല്ലെ. 106ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച്ഡ് ഫോസിൽ ഫോംസ് ആൻഡ് ദെയർ ജിയോളജിക്കൽ പീരീഡ്. അതല്ലേ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ 1, 2, 3, 4 ഇതെല്ലാം എന്താണ്? കറക്റ്റ് ആയിട്ട് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വിച്ച് ഓഫ് ദ എമൗണ്ട് ദ ഫോളോയിങ് പേഴ്സ് ഗിവൺ ബിലോ ഇസ് ഫോൾസ് റിഗാർഡിംഗ് ദ ഓവ്യൂൾ ടൈപ്പ്. ഓവ്യൂൾസും അവയുടെ ഓവ്യൂൾ ടൈപ്പും ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഫിട്രോപ്പസ് ടൈപ്പ് പൈപ്പറീസി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആംഫിട്രോപ്പസ് ടൈപ്പ് പൈപ്പറീസി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പൈപ്പറീസി ആണല്ല. പൈപ്പറീസിയിലെ ആംഫിട്രോപ്പസ് അല്ല. ഏതാണ്? ആംഫിട്രോപ്പസ് എന്ന് പറഞ്ഞാൽ ഹോഴ്സ് ടു ഷേപ്ഡ് ഉള്ളതാണ് അല്ലേ. ഹോഴ്സ് ടു ഷേപ്ഡ് ആണ് ആംഫിട്രോപ്പസ് എന്ന് പറയുന്നത്. അതൊരിക്കലും പൈപ്പറീസി അല്ല. പൈപ്പറീസിയിലെ ഏത് ടൈപ്പാണ് കാണപ്പെടുന്നത്? പൈപ്പറീസിയിലെ ഓർത്തോട്രോപ്പസ് ആണ് കാണുന്നത്. നെക്സ്റ്റ് അനാട്രോപ്പസ് മാൽവീസിയ കറക്റ്റ് ആണ് അല്ലെ. ഇൻവേർട്ടഡ് ഫോമിലുള്ളതാണ് അനാട്രോപ്പസ് എന്ന് പറയുന്നത്. ഇൻവേർട്ടഡ് ഫോം ആണ് അനാട്രോപ്പസ്. മാൽവീസിയ കറക്റ്റ് ആണ്. ഇനി ഓർത്തോട്രോപ്പസ് ഓവ്യൂൾസ് ഉണ്ട്. പോളിഗൊണേസിയെ കറക്റ്റ് ആണ് അല്ലെ. പ്രിമിറ്റീവ് ടൈപ്പ് ആണ്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടൈപ്പ് ഓഫ് ഓവ്യൂൾ വേറെ. ഓക്കെ, പ്രിമിറ്റീവ് ടൈപ്പ് ആണ് ഓർത്തോട്രോപ്പസ്. അത് പോളിഗോണേസി ആണ്. ഇനി കമേലോട്രോപ്പസ് എന്ന് പറയുന്നതോ എന്താണ്? കമേലോട്രോപ്പസ് എന്ന് പറയുന്നത് കൗവ്ഡ് അല്ലെ. എംബ്രിയോസാക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കൗവ്ഡ് ടൈപ്പ് ആണ്. ഓവ്യൂൾ കർവ്ഡ് ടൈപ്പ് ആയിരിക്കും. അത് ക്രൂസിഫറേസിയെ കറക്റ്റ് ആണ്.
ഓവ്യൂൾ ടൈപ്പില് തെറ്റിപ്പോയത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ, ആംഫിട്രോപ്പസ് ഹോഴ്സ്ഷൂ ഷേപ്ഡ് മാത്രമാണ് വ്രോങ് ആയിട്ട് എന്ത് ചെയ്തിരുന്നത് കൊടുത്തിരിക്കുന്നത്. ഫോൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യത്തെ നോക്കിയേ, ആംഫിട്രോപ്പസ് എന്ന് പറയുന്നത് പൈപ്പറേസിയ ഫോൾസ് ആണ്, ആംഫിട്രോപ്പസ് അല്ല. പൈപ്പറേസിയയിൽ ഓർത്തോട്രോപ്പസ് ആണ് കാണുന്നത്. ആംഫിട്രോപ്പസ് എന്ന് പറയുമ്പോൾ കർവ്ഡ് അഥവാ ഹോഴ്സ് ഷേപ്ഡ് ആണ്. മെയിൻ ആയിട്ട് ഏതാണ്, അൽസ്മെറ്റേസിയ അല്ലെ, ബ്രൂട്ടോമേസിയയിലാണ് കാണപ്പെടുന്നത്. അനാട്രോപ്പസ് കാണപ്പെടുന്നത് ഇൻവേർട്ടഡ് ടൈപ്പ് ഓഫ് ഓവ്യൂൾ ആണ്, മാൽവേസിയ കറക്റ്റ് ആണ്. ഓർത്തോട്രോപ്പസിൽ എന്താണ്, ഫ്യൂണിക്കിൾ ലൈൻ സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ലൈൻ ആയിട്ട് കാണപ്പെടുന്നത്. അത് ക്ലാസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് പൈപ്പറേസിയ അല്ലെങ്കിൽ പോളിഗണേസിയ ആണ്, കറക്റ്റ് ആണ്. കമേലോട്രോപ്പസ് എന്ന് പറയുന്നത് ഓവ്യൂൾ ബോഡി ഈസ് കർവ്ഡ് ബട്ട് ദ എംബ്രിയോ സാക്ക് റിമൈൻ, അവിടെ എന്താണ്, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ 107 എന്ന് പറയുന്നത് എ ആണ് റൈറ്റ് വൺ. ഇനി 108ലേക്ക് പോകാം. Scientific name of taxonomic groups are treated in Latin regardless of their derivation and is instructed in the principle of ICN, namely principle. അല്ലെ, അപ്പൊ ICN പ്രിൻസിപ്പിൾസ് അറിയാലോ, ഏകദേശം 6 പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ. അതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് ടാക്സോണമിക്കൽ ഗ്രൂപ്പ്സ് നെയിംസ് അല്ലെങ്കിൽ എന്താ, അത് എപ്പോഴും എന്ത് ലാറ്റിൻ വേർഡിലായിരിക്കണം ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്, ഏത് പ്രിൻസിപ്പിൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ICNൽ എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്, 6 കോർ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിൽ ഏത് പ്രിൻസിപ്പിൾ ആണ് ലാറ്റിൻ വേർഡിൽ തന്നെ ആയിരിക്കണം ആ ഒരു നെയിമിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നോക്കാം. സോ പ്രിൻസിപ്പിൾ 1 പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻസ് ആണ്. പ്രിൻസിപ്പിൾ 1 ഇൻഡിപെൻഡൻസ്, ദാറ്റ് മീൻസ് ബൊട്ടാണിക്കൽ നെയിമും സുവോളജിക്കൽ നെയിമും ബാക്ടീരിയൽ നെയിമും എന്തായിരിക്കണം, സെപ്പറേറ്റ് ആയിരിക്കണം. സെയിം വരുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സോ ബൊട്ടാണിക്കൽ നെയിമും എന്താണ് സുവോളജിക്കൽ നെയിമും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കണം. 2 ആണ് ടൈപ്പിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. എവറി നെയിം മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു ദി ഫിസിക്കൽ അല്ലെ സ്പെസിമെൻ, ഫിസിക്കൽ സ്പെസിമെനുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം എവറി നെയിം. 3 പ്രയോറിറ്റി ആണ്. ഫസ്റ്റ് വാലിഡ്ലി പബ്ലിഷ്ഡ് നെയിം ഫോർ എ പ്ലാന്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ലിനിയസ് ഇസ് ദ കറക്റ്റ് വൺ അല്ലെ. അപ്പം ആദ്യം വാലിഡ്ലി പബ്ലിഷ് ചെയ്യുന്ന പേര്, അതാണ് എന്ത് പ്രയോറിറ്റി, അതിനായിരിക്കും എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ 2 അപ്പം ആനിമൽസിനും പ്ലാന്റ്സിനും അല്ലെങ്കിൽ ബാക്ടീരിയയ്ക്കും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരേപോലത്തെ പേരുകൾ വരാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ടൈപ്പിഫിക്കേഷൻ ആണ്. എവറി നെയിം മസ്റ്റ് ബി അറ്റാച്ച്ഡ് ടു ഫിസിക്കൽ സ്പെസിമെൻ അല്ലെ, എല്ലാ സ്പെസിമെൻസും എന്ത് ചെയ്തിരിക്കണം, മസ്റ്റ് ബി അറ്റാച്ച്ഡ് ആയിരിക്കണം, ഫിസിക്കൽ സ്പെസിമെൻസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് പ്രയോറിറ്റി ആണ്. ഫസ്റ്റ് വാലിഡ്ലി പബ്ലിഷ്ഡ് നെയിം അല്ലെ, ആദ്യം പബ്ലിഷ് ചെയ്യുന്നതിനാണ് വാലിഡിറ്റി പ്രയോറിറ്റി ഉണ്ടാവുന്നത്. ഇനി 4 യുണീക്നെസ് ആണ്. ടാക്സോണമിക് ഗ്രൂപ്പ് ക്യാൻ ഹാവ് ഓൺലി 1 കറക്റ്റ് നെയിം അല്ലെ, ഒരൊറ്റ കറക്റ്റ് നെയിം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരുപാട് പേര് പാടില്ല. 5 എന്താണ്, ലാറ്റിനൈസേഷൻ, അതായത് സയന്റിഫിക് നെയിംസ് ഏതിലും ആയിക്കോട്ടെ ദാറ്റ് മസ്റ്റ് ബി ഇൻ ലാറ്റിൻ അല്ലെ, ട്രീറ്റഡ് ആസ് ലാറ്റിൻ. ഇനി 6ാമത്തേന്ന് പറഞ്ഞാൽ റിട്രോആക്ടിവിറ്റി ആണ്. ന്യൂ റൂൾസ്, പുതിയ റൂൾസ് വരികയാണെങ്കിൽ ഓൾഡിനും പുതിയതിനും ഒക്കെ ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. സോ നമ്മുടെ അവിടെയുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ലാറ്റിൻ ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാറ്റിൽ തന്നെ ആയിരിക്കണം ആ നെയിം എന്ന് പറയുന്നത് ഏതാണ്, 5ാമത്തെ പ്രിൻസിപ്പിൾ ആണ്. 9 നോക്കാം. Which of the following correctly explain the author citation Philanthus lane Emmett Mull അല്ലേ. അപ്പൊ നമ്മൾ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ നോക്കി Philanthus lane Emmett Mull എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് ഇത് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. When 2 or more authors publish a new species, 2 authors ചേർന്ന് പബ്ലിഷ് ചെയ്തതാണോ. If genus, taxon of rank or position of altered retain its name of epithet, the name of author who first published the name of epithet must be cited അല്ലെ. അപ്പൊ അങ്ങനെ 2 പേര് ചേർന്നിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്താണ് പ്രപ്പോസ് ചെയ്തത് വെച്ചിട്ടാണോ, എന്താണ് ഇത് മീൻ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ഇൻ ടേം എമണ്ട്, EMEND എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ഹാൻഡ് ഫോർ ലാറ്റിൻ വേർഡ് എമൻറ്റാവിറ്റ് എന്നുള്ള ലാറ്റിന്റെ ഷോർട്ടാണ് നമ്മൾ എമന്റ് എന്ന് കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റഡ് എന്നാണ് അർത്ഥം. അപ്പൊ എന്തായിരിക്കും, എന്തോ ഒരാൾ കണ്ടുപിടിച്ചു അതിനെ കറക്റ്റ് ചെയ്തു, കറക്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ എമന്റ് ചേർക്കുന്നത്. ഇമാജിൻ ഓദർ എ, ഇവിടുത്തെ ഓദർ ഏതാരാണ്, ക്വസ്റ്റ്യനിലേക്ക് നോക്കിയ ക്വസ്റ്റ്യനിലെ ഓദർ എ എന്ന് പറയുന്നത് ലിനിയേഴ്സ് ആണ്. ലിൻ എന്ന് പറയുന്നത് ലിനിയേഴ്സ് അല്ലേ. സോ ഈ ലിനിയേഴ്സ് കണ്ടുപിടിച്ചതിനെ അമൻഡ് ചെയ്തു അല്ലെ, കറക്റ്റ് ചെയ്തു. ആര്, മുള്ളർ കറക്റ്റ് ചെയ്തു. അപ്പൊ അതാണ് അവിടെ മെയിൻ ആയിട്ട് മീൻ ചെയ്യുന്നത്. സോ ഒരു സയന്റിസ്റ്റിനെ എടുക്കുകയാണ്,
ഏതാണ് നമ്മുടെ ഓതർ എ. ലിനിയസ് ഒരു പ്ലാന്റിനെ ഡിസ്കവേർഡ് ചെയ്തു, അതിന് നെയിം കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സയന്റിസ്റ്റ് മുള്ളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വന്നു. അദ്ദേഹം വീണ്ടും പഠിക്കുന്ന സമയത്ത് ഒറിജിനൽ ഡിസ്ക്രിപ്ഷൻ എന്താണ്, കുറെയൊക്കെ ഭയങ്കരമായിട്ട് കറക്റ്റഡ് അല്ല, ശരിയല്ല, കുറച്ചൊക്കെ ഭയങ്കര ബോർഡാണെന്ന് മനസ്സിലായപ്പോൾ പുള്ളി എന്ത് ചെയ്തു, അത് തിരുത്തി, കറക്റ്റായിട്ട് തിരുത്തി. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വേർഡ് വരുന്നത്. സോ ഫിലാന്തസ് എന്ന് പറയുന്നത് ജീനസ് ആണ്. ആദ്യം കണ്ടെത്തിയ, അതിന്റെ ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത ഫസ്റ്റ് ഓതർ ആണ് ആരെന്ന് പറയുന്നത്, ലീനിയസ് എന്ന് പറയുന്നത്. എമൻഡ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ലെ, ഫിലാന്തസിനെ ലീനിയസ് കണ്ടെത്തി, എന്നിട്ട് അതിന് വന്നിട്ടുള്ള ചേഞ്ചുകളാണ് എമൻഡ് എന്ന് പറയുന്നത്. അത് ചെയ്തത് ആരാണ്, മുള്ളർ. കറക്ഷൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് മുള്ളർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിലാന്തസ്, ലിൻ, എമൻഡ്, മുള്ള് എന്നാണ് നമ്മുടെ ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിലെ എമൻഡ്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, എമൻഡ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ഉപയോഗിച്ചാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്തെന്നായിരുന്നു ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതെന്നാണ്. അപ്പൊ ആദ്യം ഫിലാന്തസ് എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ച് ലീനിയസ് എന്ത് ചെയ്തു, കണ്ടെത്തി, എക്സ്പ്ലെയിൻ ചെയ്തു, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. പക്ഷെ എന്ത് മനസ്സിലായി, പിന്നീട് വന്ന സയന്റിസ്റ്റിന് ആ ഡേറ്റാസ് നോക്കുന്ന സമയത്ത് അതിൽ കുറെ കാര്യങ്ങളൊക്കെ ഇറർ ആണെന്ന് പറഞ്ഞിട്ട് അതിനെ കറക്റ്റ് ചെയ്തു. സോ ആദ്യം കണ്ടെത്തിയ സയന്റിസ്റ്റ് രണ്ടാമത് കണ്ടെത്തിയ സയന്റിസ്റ്റ് എന്ത് ചെയ്യാണ്, ഇയാളെ കറക്റ്റ് ചെയ്യാണ് ചെയ്തത്. സോ കറക്റ്റ് ചെയ്യുമ്പോൾ ലാറ്റിനിൽ ചേർക്കുന്ന വേർഡാണ് എമൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഏതാണ്, ഡി ആണ്. The names of two authors are linked by using when the second author make change in the diagnosis or in taxon അല്ലെ സർക്കംസ്ക്രിപ്ഷൻ വിതൗട്ട് ഓൾട്ടറിങ് ദ ടൈപ്പ്. അപ്പം ആ ഒരു ടൈപ്പിനെ ചേഞ്ച് വരാതെ ഫസ്റ്റ് ഓതർ കണ്ടെത്തിയ കാര്യത്തെ എന്ത് ചെയ്തു, സെക്കൻഡ് ഓതർ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇതെന്ന് പറയുന്നത് എന്താണ്, എമൻഡാവിറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് ആണ്. ആ വേർഡിന്റെ മീനിങ് കറക്റ്റഡ് എന്നാണ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എമൻഡ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.